കൊച്ചി മെട്രോ കേരളത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി സമയബന്ധിതമായി വാങ്ങിയെടുത്തു. അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ 9 മാസം മുമ്പ് തന്നെ അനുബന്ധ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചി മെട്രോ DMRC ഏൽപ്പിക്കാനുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തിട്ടുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിനെ, കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ കമൽനാഥിനെ ഞാൻ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. ശ്രീ ശ്രീധരൻ്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 9 മാസക്കാലമായി എറണാകുളത്തെ പേപ്പർ വർക്കും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കും നടത്തിയിട്ടുള്ളത്. അത് തുടരണം. അത് തന്നെയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെയും അവസാനത്തെയുമായിട്ടുള്ള നിലപാട്. പക്ഷേ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കൂടിയ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായി. അത് DMRC ഡൽഹിക്ക് പുറത്ത് എടുക്കുന്ന വർക്കുകൾ DMRCയുടെ ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനത്തോടു കൂടി മാത്രമേ ആകാവൂ എന്ന് ഒരു തീരുമാനം എടുത്തു എന്ന് അതിൻ്റെ ചെയർമാൻ പറഞ്ഞതാണ്. പക്ഷേ ആ തീരുമാനം ഈ മാസം എടുക്കുന്നത്. അതിന് 8-9 മാസക്കാലം മുമ്പ് തന്നെ കൊച്ചി മെട്രോയുടെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ DMRC തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മാത്രമല്ല കൊച്ചി മെട്രോ നടത്തിക്കൊണ്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള സെറ്റപ്പായി കഴിഞ്ഞു. എഞ്ചിനീയർമാർ അടക്കം ഉള്ളവരെ റിക്രൂട്ട് ചെയ്ത് നമുക്ക് അനുമതി കിട്ടിയാൽ ഉടനെ തന്നെ ടെൻഡർ ചെയ്യാനും വർക്ക് നടത്താനും ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ശ്രീ കമൽനാഥിനെ ഞാൻ ഇപ്രാവശ്യം ഡൽഹി പോകുന്ന സമയത്ത് കാണാൻ ശ്രമിക്കും. ഡൽഹി മുഖ്യമന്ത്രി ശ്രീമതി ഷീലാ ദീക്ഷിത്തിന് ഞാൻ ഇന്ന് തന്നെ കത്തയക്കുന്നുണ്ട്. ഡൽഹി പോകുന്ന അവസരത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുമെങ്കിൽ അവരെയും കാണും. ഈ കാര്യത്തിൽ DMRCയുടെ അംഗീകാരം കൂടി വാങ്ങി കേരള ഗവൺമെൻറ് എടുത്ത തീരുമാനം നടപ്പിലാക്കും. സമയബന്ധിതമായിട്ട് ഈ വർക്ക് തീർക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി. ഇതിൻ്റെ വർക്ക് തുടങ്ങുന്ന അവസരത്തിൽ ശ്രീ ശ്രീധരൻ പറഞ്ഞു, ഞാൻ 4 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 4 വർഷം കേരളത്തിലെ ജനങ്ങളോട് ഇനിയും കാത്തിരിക്കാൻ പറയുന്നത് അല്പം കൂടുതലാണ്. 3 വർഷം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ ആഗ്രഹം മാനിച്ചുകൊണ്ട് വർക്ക് എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് വർക്ക് പൂർത്തിയാക്കാവുന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉറപ്പാണ് ഇന്ന് കേരള ഗവൺമെൻറ്റിന് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ശ്രീ ശ്രീധരനും അദ്ദേഹത്തോടൊപ്പമുള്ള ടീമിനും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കും. അതിനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. 3 വർഷത്തിനുള്ളിൽ ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ ശ്രമത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ്റും ശ്രീ ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള ടീമും എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. DMRCക്ക് കൊടുക്കണമെന്നുള്ള തീരുമാനം സംസ്ഥാന ഗവൺമെൻറ് എടുത്തു. ആ തീരുമാനം കേന്ദ്ര മന്ത്രിയെയും ഒക്കെ അറിയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു തടസ്സം അതെങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഡൽഹിയിൽ നടത്തുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു വ്യത്യാസവുമില്ല. ഇതിന് എല്ലാത്തിനും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒരുമിച്ചാണ് നേരെ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പറഞ്ഞ മാതിരി DMRC ഇതിനുള്ള പ്രോജക്റ്റ് ഓഫീസർ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. എൻജിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞു. ടെൻഡർ ഡോക്യുമെൻറ്റ്സ് റെഡിയായി, ഡിസൈൻസ് എല്ലാം റെഡിയായി. ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയായിട്ട് ഇരിക്കുകയാണ്.
അദ്ദേഹം ഉദ്ദേശിച്ച മാതിരി ആശിച്ച മാതിരി ഒരു 3 കൊല്ലത്തിനുള്ളിൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. DMRCയുടെ അഡ്വൈസാണ് അദ്ദേഹം. അത് DMRC പൂർണ്ണമായിട്ടും അംഗീകരിച്ച് നൽകിയിട്ടുള്ളതാണ്. കൊച്ചി മെട്രോയുടെ മാത്രമല്ല, നമ്മുടെ അതിന് ശേഷമുള്ള 2 അഭിമാന പ്രോജക്ട്സാണ് തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും മോണോ റെയിൽ. ഈ 2 മോണോ റെയിലിൻ്റെയും ഉത്തരവാദിത്വം DMRCക്ക് നമ്മൾ നൽകി കഴിഞ്ഞു. അതും ശ്രീ ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള DMRC ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം കേരളത്തിന് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുള്ള കുറവ് നികത്താൻ ഒരു കുതിച്ചുചാട്ടം തന്നെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് കൊച്ചി മെട്രോയും തിരുവനന്തപുരം കോഴിക്കോട് മോണോ റെയിലും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കത് പണി പൂർത്തിയാകണം, സമയബന്ധിതമായിട്ട് പൂർത്തിയാകണം. അതിന് ഏറ്റവും പറ്റിയ ഏജൻസി DMRC ആണ്. അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ അതിൻ്റെ ലീഡർഷിപ്പിന് പറ്റിയ ആൾ ശ്രീ ശ്രീധരനാണ്. അത് ഗവൺമെൻറ് അത് മനസ്സിലാക്കി ആ തീരുമാനമെടുത്തു. ആ തീരുമാനം ഏറ്റവും വേഗത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ശ്രീമതി ഷീലാ ദീക്ഷിതിന് അയക്കുന്ന കത്തിനകത്ത് ഞാൻ ഈ 2 മോണോ റെയിലിൻ്റെ DMRC എടുക്കുന്നതിനുള്ള അംഗീകാരവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. മിസ്റ്റർ ശ്രീധരൻ ആ കാര്യത്തിൽ പരിചയസമ്പന്നനാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ വളരെ താല്പര്യമുള്ള ആളാണ്. അതിന് നമ്മൾ ഒരിക്കൽ ഈ വർക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ശ്രീ ശ്രീധരനുണ്ടായിരിക്കും. ഇത് ടേൺ കീ പ്രോജക്റ്റ് എന്ന നിലയല്ല, ശരിക്ക് ഒരു ഡെപ്പോസിറ്റ് വർക്കുള്ള നിലയ്ക്കാണ് ഞങ്ങൾ എടുക്കുക. അതായത് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ട്. ആ പ്രോജക്റ്റ് റിപ്പോർട്ട് വല്ല മാറ്റം വേണമെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് ആ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഈ പ്രോജക്റ്റ് ഞങ്ങളെ ഏൽപ്പിക്കും. ഞങ്ങളതിനെ കൊണ്ട് നടക്കും. നടക്കുന്ന സമയത്ത് KMRL ബോർഡും DMRC പ്രോജക്റ്റ് ഓഫീസർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഡയലോഗ്സ് നടന്നിട്ട് ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അല്ലാതെ DMRC ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകുക അങ്ങനെ ഒരു ഏർപ്പാടില്ല. 2 പേരും ചേർന്നിട്ടാണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ ഡൽഹിയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം 31-ാം തീയതി വകുപ്പ് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദും ശ്രീ ശ്രീധരനും വന്നെത്തും. ഞങ്ങളെല്ലാം കൂടിയിരുന്ന് തുടർന്നുള്ള പരിപാടിക്ക് രൂപം കൊടുക്കും. അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ വേണം എന്നത് വെച്ചിട്ടാണ് 31-ാം തീയതി എന്നുള്ളത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 28-ാം തീയതി ഞാൻ വൈകിട്ട് പോകും. രാഷ്ട്രപതി വരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തിരിച്ച് എനിക്ക് പോരണം. അവിടെ വളരെ കുറച്ച് സമയമേ കിട്ടത്തുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഇവരെ കാണാൻ ആണ് ശ്രമിക്കുന്നത്.